കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊരു വെല്ലുവിളിയാണ് ആന്റോ മുതലാളി നടത്തുന്നത്. വയനാട് വാഴവറ്റയിലെ ചന്തയിൽ അടിയുണ്ടാക്കുന്ന പോലെയല്ല, അർജന്റീന ഫെഡറേഷനുമായിട്ടാണ് അണ്ണൻ ഓർത്തിരിക്കുന്നത്. റിപ്പോർട്ടർ ടീമിനെ കബളിപ്പിച്ചുകൊണ്ടും സർക്കാരിനെ കബളിപ്പിച്ച് പൈസയും കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ കളിക്കും, ബോംബെയിൽ കളിക്കും, അല്ലെങ്കിൽ മഹാരാഷ്ട്ര കളിക്കും എന്നൊക്കെ വെച്ചാൽ അത് കയ്യിൽ വെച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വിചാരിക്കും വേണ്ട. ഇതാണ് ഈ കാര്യത്തിലുള്ള എന്റെ അഭിപ്രായം. ഇത് കേട്ടിട്ട് ഈ വാർത്താ സമ്മേളനം കേട്ട ആരും ചിരിക്കാതിരിക്കത്തില്ല. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മെസ്സി കേരളത്തിലേക്ക് ഇന്ന് വരും, നാളെ വരും, ഇതാ മെസ്സി വന്നു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുന്നു, മെസ്സി കേരള എന്ത് ചെയ്യുന്നു, കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ മെസ്സി കേരളത്തിലെ ആരാധകരെ കാണാൻ കടന്നു വരുന്നു എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ന്യൂസുകൾ കാണുന്നൊരു വാർത്തയായിരുന്നു. അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മെസ്സി കേരളത്തിലേക്കില്ല. കേരളത്തിൽ മെസ്സിയുടെ വരവും കാത്തിരുന്ന ആരാധകർക്ക് നിരാശ മാത്രമാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഒരു പൊതു സദസ്സിൽ വെച്ചിട്ട് 2025 ഒക്ടോബറിൽ മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറയുന്നത്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം ആവേശകരമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. കേരളത്തിൽ നല്ല ലോകത്തിൽ തന്നെ മെസ്സിയുടെ ആരാധകർ അല്ലാത്തവർ കുറവായിരിക്കും. കാരണം ഫുട്ബോളിന്റെ മെസ്സിക്കാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, അല്ല അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സദസ്സിലാണ് കേരളത്തിലേക്ക് മെസ്സിയും അർജന്റീന വേൾഡ് കപ്പ് ടീം നേടിയ എല്ലാവരും കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്ന ഒരു പ്രഖ്യാപനം വരുന്നു. റിപ്പോർട്ടർ ടീമിന്റെ MD എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. മെസ്സി എന്ത് ചെയ്യുന്നു, അവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. സർക്കാരുമായി സഹകരിച്ച് മെസ്സിയെ പോലുള്ള വേൾഡ് ക്ലാസ് പ്ലെയറിനെയും അദ്ദേഹത്തിന്റെ അർജന്റീന വേൾഡ് കപ്പ് നേടിയ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, കായിക പ്രേമികൾക്കിടയിൽ വലിയൊരു ആവേശമായിരുന്നു ഉളവാക്കിയത്. കാരണം റിപ്പോർട്ടർ TV അത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. റിപ്പോർട്ടറാണ് ഫുൾ ചെലവ്. സർക്കാരുമായി ഒന്നിച്ച് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഫുൾ ചെലവ് ഏറ്റെടുക്കും. റിപ്പോർട്ടർ TV നമുക്കറിയാം നികേഷ് കുമാറിന്റെ അണ്ടറിലായിരുന്നു. പിന്നീട് നമ്മുടെ മരമുറി ബ്രദേഴ്സ്, അല്ലെങ്കിൽ മുട്ടിൽ മരമുറി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ഇവർ 3 പേര് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടർ TVയുടെ തലപ്പത്തേക്ക് വരുന്നു. മലയാളത്തിൽ തന്നെ ഇപ്പോൾ മുൻനിരയിൽ പോകുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു 9 വർഷങ്ങൾക്ക് മുമ്പാണ് 299 രൂപയ്ക്ക് മാംഗോ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ കേരളത്തിലെ വിപണിയിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ പറ്റിച്ച 3 മഹത് വ്യക്തിത്വങ്ങളാണ് റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ. അതിനുശേഷമാണ് 4 വർഷം മുമ്പ് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ജയിലിലടയ്ക്കുന്നതും. കാണുന്നത് റിപ്പോർട്ടർ TVയുടെ MD, അല്ലെങ്കിൽ റിപ്പോർട്ടർ TV ഏറ്റെടുത്തു, അല്ലെങ്കിൽ റിപ്പോർട്ടർ TV സ്വന്തമാക്കി എന്ന ടാഗ്ലൈനോടെയാണ് ഇവർ വരുന്നത്. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി നിന്ന് ഇവർ തയ്യാറാവുന്നതും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഏകദേശം 130 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, മെസ്സി കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഇവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. മെസ്സിയുടെ സുരക്ഷ, അർജന്റീന ടീം മൊത്തം വരുന്നുണ്ട്, അവരുടെ കളിക്കുന്ന സ്റ്റേഡിയം, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ അവർ പറയുന്നത് 130 കോടി മുടക്കി മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എന്ത് ചെയ്യുന്നു, ഇവരെ മെസ്സി കേരളത്തിലേക്ക് വരൂ കേട്ടോ എന്ന് പറഞ്ഞ് ജൂൺ 6 എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അതിന്റെ അടിയിൽ താങ്ക്സ് ടു റിപ്പോർട്ടർ TV, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നുണ്ട്. കോട്ടയം കുഞ്ഞച്ചനിലെ മമ്മൂട്ടി പറയുന്ന പോലെ മോഹൻലാൽ വരും, മോഹൻലാൽ വരും, മോഹൻലാൽ വരും എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അത് കൃത്യമായി ഒരു കൺഫർമേഷൻ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇവര് കുറെ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയും എന്ത് ചെയ്യുന്നു, ആളുകളെ കൂട്ടാൻ വേണ്ടിയും ചാനലിലേക്ക് ആളുകൾ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയും എന്ത് ചെയ്യുന്നു, ഓരോ വാർത്തകൾ മെനഞ്ഞു വിടുന്നത് പോലെ മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറയും. ഇന്നത്തെ വാർത്താ സമ്മേളനം എടുത്താൽ തന്നെ അറിയാം എന്ത് ചെയ്യുന്നു, ഏകദേശം 39 മിനിറ്റ് കൊണ്ടാണ് വാർത്താ സമ്മേളനം. അതിനകത്ത് അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ 130 കോടി രൂപ അർജന്റീന ഫെഡറേഷനിൽ അടച്ചിട്ടുണ്ട്. മെസ്സി എന്ത് ചെയ്യുന്നു, ഇവർ ഒക്ടോബറിൽ വരാൻ പറയുന്നു. ഇനി അടുത്ത കൊല്ലം ലോകകപ്പാണ്, അതിന്റെ പ്രാക്ടീസ് ഉണ്ട്, മറ്റുള്ള ക്ലബ് മത്സരങ്ങളുണ്ട്. അങ്ങനെ പ്ലേയേഴ്സ് എല്ലാം തന്നെ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ അവരൊരു ഷെഡ്യൂൾ അനുസരിച്ച് അവർ ഈ ഒക്ടോബർ നവംബറിലായിരുന്നു ഇവര് എന്ത് ചെയ്യുന്നത്, വിൻഡോ പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ 2026 പറയുന്നു. അപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അത് ഒക്ടോബറിൽ തന്നെ വരണം. അപ്പൊ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് ഏകദേശം അവസാനിച്ചൊരു മട്ടിലാണ്. അങ്ങനെയാണ് ഇന്നലെ വി അബ്ദുറഹ്മാൻ അതിനെ കുറിച്ചുള്ള ബൈറ്റുകൾ വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുകയും ചില വാർത്താ മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായി എന്ത് ചെയ്യുന്നു, ചൂടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കയറക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, മന്ത്രി സംസാരിക്കുകയും, മന്ത്രി തന്നെയാണ് പറഞ്ഞത് കേരളത്തിലേക്ക് മെസ്സി വരും, അല്ലാതെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയല്ല. മന്ത്രി തന്നെ ഒരു ഓപ്പൺ ഫോറത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ മന്ത്രി പറയുന്നത് മെസ്സി വരുമോ, അതിനെക്കുറിച്ച് മന്ത്രിയോട് ചോദിക്കും. ഒരു കായിക മന്ത്രിയാണ്,
അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകരോട് ചൂടാവുന്ന ഒരു അവസ്ഥ. അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മുടെ മൊലാളി ഇന്ന് എന്ത് ചെയ്യുന്ന ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനത്തിൽ എന്ത് പറയുന്നത്, റിപ്പോർട്ടർ ടി വി പൈസ അടച്ചിട്ടുണ്ട്, വന്നിട്ടില്ലെങ്കിൽ കേരളത്തോട് ചെയ്യുന്ന ചതിയാണ്. അത് മാത്രമല്ല, പിന്നീട് ഒരു വെല്ലുവിളിയാണ്. അതായത് കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊരു വെല്ലുവിളിയാണ് ആന്റോ മൊലാളി നടത്തുന്നത്. അതായത് ആന്റോ മൊലാളി നടത്തുന്നത് വയനാട് വാഴവറ്റയിലെ ചന്തയിൽ അടിയുണ്ടാക്കുന്ന പോലെയല്ല, അർജന്റീന ഫെഡറേഷനുമായിട്ടാണ് അണ്ണൻ കോർത്തിരിക്കുന്നത്. അതായത് മെസ്സി കേരളത്തിൽ കാലുകുത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാലുകുത്തില്ല. മെസ്സി റിപ്പോർട്ടർ ടീം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ടീം പറയുന്നിടത്ത് കളിച്ചിട്ട് ബാക്കിയുള്ളിടത്ത് കളിച്ചാൽ മതി എന്നൊരു ഒരു ദാസ്യത്തോടെയാണ് അണ്ണന്റെ ഒരു ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്. അതായത് മെസ്സി വന്നിട്ടില്ലെങ്കിൽ സത്യമായിരിക്കും പുള്ളി പറയുന്നത് പൈസ അടച്ചിട്ടുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു ലോകോത്തര ടീം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അവരുടെ പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അടുത്ത കൊല്ലം വേൾഡ് കപ്പ് നടക്കേണ്ടതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പ്ലേയേഴ്സിനുള്ള പ്രാക്ടീസ്, പ്ലേയേഴ്സിന്റെ റെസ്റ്റ്, അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും മെസ്സി വരികയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊരു ടൈം പറയുമ്പോൾ അവർ ആ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും ടൈം പറയുക. അതിന് വേണ്ടി അർജന്റീന ടീമിനെ കുറ്റം പറയുക, അർജന്റീന കേരളത്തിലെ ചതിച്ചു എന്ന് പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അർജന്റീന പറ്റിച്ചു എന്ന് പറയുക. പിന്നീട് അർജന്റീന എന്ന രാജ്യത്ത് തന്നെ അവഹേളിക്കുകയാണ്. അതായത് 2 എയർപോർട്ടുള്ള ഒരു ചെറിയ രാജ്യമാണ്. അർജന്റീന ഇവിടെ കളിച്ചുകൊണ്ട് കേരളത്തിൽ കളിച്ചാൽ തന്നെ അവർക്ക് വേൾഡിൽ എന്തോ വലിയൊരു കാര്യം കിട്ടുന്ന പോലെയാണ്. അതിന്റെ റിപ്പോർട്ടറിന്റെ ഒരു ദാനമാണ്. റിപ്പോർട്ടർ എന്തോ ഔദാര്യം അർജന്റീന ടീമിന് മെസ്സിക്ക് ചെയ്തു കൊടുക്കുക. ഇനി മെസ്സി കേരളത്തിൽ കളിച്ചാൽ മാത്രമേ ഇനി ലോകത്തുള്ള ആൾക്കാർ മെസ്സിനെ അറിയുള്ളൂ. കാരണം മെസ്സി അങ്ങനത്തെ ഒരു പ്ലെയർ ആണല്ലോ. റിപ്പോർട്ടറിന്റെ ചാനൽ കൊടുത്താൽ മാത്രമാണ് മെസ്സിയെ 4 ആൾ അറിയുള്ളൂ എന്നൊരു വിചാരമാണ് നമ്മുടെ വടവറ്റക്കാരൻ ആന്റോ മൊലാളിക്കുള്ളത്. ഇത് മരം വെട്ടുന്ന പോലെ ഈസി അല്ല. അത് അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്താൽ ഏറ്റവും ഉചിതമായ കാര്യം. കാരണം മെസ്സി വരാത്തതിന് ഇവിടെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് കൃത്യമായി കൺഫർമേഷൻ ഒക്കെ കിട്ടിയിട്ട് പറഞ്ഞാൽ മതി മെസ്സി വരുമെന്ന്. വെറുതെ ചാടിക്കയറി എക്സ്ക്ലൂസീവും ബ്രേക്കിങ്ങും കൊടുക്കുന്ന സമയത്ത് ആലോചിക്കണ്ടേ? ഇതെല്ലാം കൊടുത്തിട്ട് മെസ്സിയുടെ അവൈലബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മെസ്സിന്റെ കൂട്ടർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അർജന്റീനയ്ക്ക് 2 എയർപോർട്ട് ഉണ്ടാവുള്ളൂ. അത് കുഞ്ഞു രാജ്യമായിരിക്കും. ആ എയർപോർട്ട് അവർക്ക് മതി. അവരെ സംബന്ധിച്ച് അവർക്ക് ലോകത്തെ അറിയുന്ന പ്ലേയേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ലോകം തന്നെ ഫിഫയിൽ തന്നെ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു രാജ്യമാണ്, ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ കുറ്റം പറഞ്ഞിട്ടോ എന്തൊക്കെയോ ആഭാസത്തരങ്ങളാണ് ഇന്നത്തെ പ്രസ് മീറ്റ് വിളിച്ചു പറയുന്നത്. അതായത് റിപ്പോർട്ടർ ടി വി ആണെങ്കിൽ അവര് ബംഗ്ലാദേശിൽ കളിക്കാൻ ഒരു 10 കോടി കൊടുത്താൽ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് കളിക്കും. അവരെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ നടക്കുന്ന ടീമാണല്ലോ. എന്തൊക്കെ വിവരക്കേടാണ് ഒരു ചാനലിന്റെ MD എന്ന രീതിയിൽ ഇന്നത്തെ പ്രസ് മീറ്റിൽ പറയുന്നത്. ഒരു സുബോധമില്ലാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. കാരണം ഒന്നാമത് അദ്ദേഹത്തിന്റെ കള്ളക്കളി പൊട്ടി. അതായത് മാംഗോ ഫോണിൽ ആളുകളെ പറ്റിച്ച പോലെ, ഇതിൽ മരമുറിയിൽ ആളുകളെ പറ്റിച്ച പോലെ, അടുത്തായി മെസ്സിനെ കൊണ്ടുവരുന്ന പറഞ്ഞ ആളുകളെ പറ്റിച്ചു. ഇതൊരു സ്ഥിരം ഒരു ക്ലീശ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് മനസ്സിലാവും. അതിനെതിരെ എന്ത് ചെയ്യുന്നു, കുറ്റം ഫുള്ള് മെസ്സിക്കും അർജന്റീന ഫെഡറേഷനുമാണ്. സർക്കാർ എന്ത് ചെയ്യുന്നു, ഇവർക്കൊപ്പം നിൽക്കുന്നു. സർക്കാർ, എനിക്ക് ഏറ്റവും അതിശയോക്തിയായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ അകപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരു ക്രിമിനൽ കേസ് നടക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു, സർക്കാരിന്റെ സ്പോൺസർഷിപ്പുമായിട്ട് പോകുമ്പോൾ എന്തിനാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത്? അതായത് ഈ സർക്കാർ തന്നെയാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, പ്രതിയായി എന്ത് ചെയ്യുന്നത്, കേസ് എടുക്കുന്നത്. ഇവരാണ് ഇൻവോൾവ് ആയ കേസാണെന്ന് ഈ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അതിനുള്ള ഫയല്, അല്ലെങ്കിൽ അതിന്റെ എന്ത് ചെയ്യുന്നു, കേസ് ഡയറി എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും എന്ത് ചെയ്യുന്നു, ഇവരൊരു ചാനൽ തുടങ്ങിയെന്ന പേരിൽ ഇവരെന്ത് ചെയ്യുന്നു, സപ്പോർട്ട് മേടിക്കുന്നു. പൈസ കൊടുത്താൽ ഈ സമൂഹത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ, കേരളത്തിൽ നിന്നല്ല ആർക്കും പൈസ ഉണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അത് എളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ആ പൈസ ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്തോരം പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അത് വേണമെങ്കിൽ റിപ്പോർട്ടർ ബ്രേക്കിംഗ് കൊടുത്തോട്ടെ, നല്ല കാര്യമാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കൊടുത്തോട്ടെ. കാരണം കേരളത്തിന്റെ എന്ത് ചെയ്യുന്നു, കായിക മേഖലയെ ഉണർത്താൻ വേണ്ടി, അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് സപ്പോർട്ട് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടർ TV ഉണ്ട്. അത് നല്ല കാര്യമല്ലേ? നടക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ പ്രീതി പറ്റുന്നതിന് പകരം നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് എക്സ്ക്ലൂസീവും ബ്രേക്കിംഗ് അടിച്ചു പോകുന്നത്? അതുകൊണ്ട് തന്നെ മെസ്സിയുടെ കേരളത്തിലേക്ക് വരെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, മറ്റു മാധ്യമങ്ങൾ ഇതിനെ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനെതിരെ രോഷാകുലനായി എന്ത് ചെയ്യുന്നു, അദ്ദേഹം വീണ്ടും പ്രസ് മീറ്റുകൾ നടത്തും. അദ്ദേഹം ഇനിയും മെസ്സിയെക്കുറിച്ച് മെസ്സിനെ കുറ്റം പറയും, അർജന്റീന ഫെഡറേഷനെ കുറ്റം പറയും. ഇതൊരു തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് അടുത്തൊരു ടോപ്പിക് കിട്ടുന്നവരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യമായി നമ്മുടെ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ഒരു ശീലം അങ്ങനെയാണ്. ഒരു കാര്യം കിട്ടിയാൽ അത് എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അടുത്തൊരു കാര്യം പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇനിയും വരും. ജനങ്ങൾ വഞ്ചിതരാവാതിരിക്കുക. മെസ്സിയുടെ കാര്യം, മെസ്സി നമുക്കിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ TV കാണാം.
നേരിട്ട് കാണാൻ ഭാഗ്യമുള്ളവർ അർജന്റീനയിലോ മറ്റ് അമേരിക്കയുടെ അടുത്ത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോയി കാണാമെന്നല്ലാതെ കേരളത്തിലേക്ക് മെസ്സിയുള്ള വരവ് ഏകദേശം ഒരു 99% മങ്ങിയ ലക്ഷണമാണ്. മെസ്സി ഇന്ത്യയിൽ വരുന്നുണ്ട്, അതൊരിക്കലും ഒരു ഫുട്ബോൾ മത്സരത്തിന് വേണ്ടിയല്ല, അത് ലെജൻഡ്സ് ഒന്നിക്കുന്ന ഒരു മീറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അതായത് സച്ചിനുണ്ട്, ധോണിയുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, മെസ്സി ഉണ്ട്. അത് ക്രിക്കറ്റ് ബേസ് ആയിട്ട് മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അർജന്റീന ഫെഡറേഷൻ പറഞ്ഞനുസരിച്ച് ഇന്ത്യയിലേക്ക് മെസ്സി വരും. പിന്നെ ആന്റോ അണ്ണൻ ഇന്ത്യയിൽ കാല് കുത്തിപ്പിക്കുമെന്ന് അറിയില്ല. കാരണം ചിലപ്പോൾ മെസ്സി വരുന്ന വിമാനം തടയാം, ചിലപ്പോൾ മെസ്സിനെ തന്നെ തടഞ്ഞു വെക്കാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നമുക്കിനി റിപ്പോർട്ടറിന്റെ ചാനലുകളിൽ അല്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവായിട്ട് കാണാൻ പറ്റുക എന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാണാം. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.